എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്തുക? എങ്ങനെയാണ് പിണറായി വിജയനെ കളങ്കപ്പെടുത്തുക? ഇതിന് ഭൂതക്കണ്ണാടിയും കൊണ്ട് നടക്കാൻ തുടങ്ങി കാലം കുറച്ചായില്ലേ? കോൺഗ്രസിന്റെ ജീർണത, കോൺഗ്രസിന്റെ നേതാക്കളുടെ ലൈംഗിക ജീർണത, യുവ നേതാവ് തെരുവിൽ കിടക്കുന്നു. ലൈംഗിക ജീർണതയും കൊണ്ട് കോൺഗ്രസുകാർക്ക് തലയിൽ മുന്നുവിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കൂ. ആ ഘട്ടത്തിൽ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കം അത് വന്നപ്പോൾ ഒരു ഭാഗത്ത് UDF എന്തിനാ ബഹിഷ്കരിച്ചത്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോയി 2 മണിക്കൂർ കുത്തിയിരുന്നു അദ്ദേഹത്തെ ക്ഷണിക്കാൻ. എന്തിനാ ബഹിഷ്കരിച്ചത്? ഈ സന്നിധാനവും അയ്യപ്പ ക്ഷേത്രവും അയ്യപ്പ ഭക്തന്മാരുടെ സൗകര്യങ്ങളും വിപുലീകരിച്ചാൽ എന്താ തെറ്റ്? BJP RSS സംഘപരിവാറും കോൺഗ്രസും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് ധരിക്കരുത്. ഞങ്ങൾ ജയിക്കും, ജയിച്ചു വരും. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു വന്ന് ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഈ പാർട്ടിയായത്. വഴിക്കോടെ നിങ്ങൾ കുത്തിക്കൊന്നു. ഈ പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പലരെയും കശാപ്പ് ചെയ്തു, വെടിവെച്ച് കശാപ്പ് ചെയ്യാൻ നോക്കി. അതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വർഗശക്തികളെ, ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വലതുപക്ഷ ശക്തികളെ നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങൾ തീയിൽ നിന്ന് വളർന്ന പ്രസ്ഥാനമാണ്. ആ കരുത്തോടുകൂടി വഴിക്കോടിന്റെ പ്രസ്ഥാനമാണ്. നെഞ്ചിൽ കുത്തേറ്റ് വീണപ്പോഴും ആ മുഴക്കം രാജ്യത്തിന്റെ മുഴക്കമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തമായിരുന്നത്. ആ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ നോക്ക്, അടുത്ത കാലത്ത് ചില വാർത്തകൾ വന്നു. പോലീസ് ലോക്കപ്പിനകത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഇടിക്കും. എപ്പം നടന്ന കഥയാ? അത് നമ്മുടെ മാധ്യമങ്ങൾ ഇന്നലെ നടന്നതുപോലെയല്ലേ കൊടുത്തത്? 2 വർഷം മുമ്പ്, 6 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് നടന്ന 3 കഥകളെടുത്ത് ഇന്ന് രാവിലെ നടന്നതുപോലെ വാർത്ത കൊടുത്തു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തിനാ ഈ വാർത്ത കൊടുത്തത്? ഈ മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കളങ്കപ്പെടുത്താൻ കേരളം മുഴുവൻ ഇടതുപക്ഷത്തിന്റെ മാഹാത്മ്യം നടന്നു നിൽക്കുന്നു. കേരളം സുരക്ഷിതമാണ്. കേരളം ഇടതുപക്ഷത്തിന്റെ ഭരണത്തിലാണ്. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കാൻ ഒരു വർഗീയ ശക്തിയെയും ജനങ്ങൾ അനുവദിക്കില്ല. അതാണ് കേരളത്തിന്റെ മനസ്സ്. ആ കേരളത്തിന്റെ മനസ്സിനെ ദുർബലപ്പെടുത്താനാണ് കേരളത്തിൽ ഇപ്പോൾ UDFും അതുപോലെ RSSും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഈ നവംബർ മാസം 1-ാം തീയതി അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി തീരും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. തൊഴിൽ രഹിതർ ഇല്ലാത്ത കേരളം, ഭവനരഹിതരില്ലാത്ത കേരളം, ആരോഗ്യരംഗത്ത് സമ്പൂർണമായ സുരക്ഷ, അതിന്റെ നടപടികളാണ്. അതിന്റെ ഓരോ നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർട്ടി രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പഠിപ്പിക്കുക, അവരെ മാത്രമല്ല ബഹുജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇന്ന് ഈ കണ്ണൂർ പട്ടണം ഇന്നത്തതുപോലെ വളർന്നത് കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഈ കാണുന്ന ഭൂമിയെല്ലാം ഇന്ന് നമ്മുടേതാണ്. ഈ ഭൂമി നമ്മുടേതായിരുന്നില്ല. ഒരുപറ്റം ആളുകളുടെ സ്വകാര്യ സ്വത്തായിരുന്നു. ആ സ്വകാര്യ സ്വത്തായിട്ടാണ് ഈ കണ്ണൂർ പട്ടണത്തിന്റെ ഭൂമിയെല്ലാം കിടന്നിരുന്നതെങ്കിൽ ഈ കാണുന്ന മാറ്റം ഈ കണ്ണൂർ പട്ടണത്തിൽ ഉണ്ടാക്കുമായിരുന്നു. ഈ നാടിനെ ഇന്നത്തെ നാടാക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റാണ്.
അതിൻ്റെ നേട്ടമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭൂതകാല ചരിത്രം ഈ വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ, ഭാവി രാഷ്ട്രീയം രൂപപ്പെടുത്താൻ ഏറ്റവും അധികം സഹായകരമാണ്. സഖാവ് അഴീക്കോടിനെ പോലെ ഒട്ടനവധി ധീരരായിട്ടുള്ള നേതാക്കൾ, പാർട്ടി പ്രവർത്തകന്മാർ, പാർട്ടി സഖാക്കൾ ജീവൻ ത്യാഗം ചെയ്തതിന്റെ ഫലമാണ് ഇന്നത്തെ കേരളം. 1972 സഖാവ് അഴീക്കോടിനെ ചെട്ടിയങ്ങാടി തെരുവിട്ട് കുത്തിക്കൊണ്ടു. ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? 1972 ചരിത്രം മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം മലയാളികളെ പഠിപ്പിച്ച ഗാന്ധിയനാണ് മൊയാരത്തി ശങ്കരൻ. കഥധാരിയായി, കോൺഗ്രസ്സുകാരനായി, ത്രിവർണ്ണ പതാകയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ ധീരനായ സ്വാതന്ത്ര്യ സമര പോരാടി, കമ്മ്യൂണിസ്റ്റായ ഒരു കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹം. ഗാന്ധിയനായിരുന്നു. കമ്മ്യൂണിസ്റ്റായ ഗാന്ധിയനായ ആ മൊയാരത്തി ശങ്കരനെ, കോൺഗ്രസിന്റെ ചരിത്രം കോൺഗ്രസുകാരെ പഠിപ്പിച്ച മൊയാരത്തിനെ 1950 നമ്മുടെ ഇന്നത്തെ എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി അദ്ദേഹത്തിന്റെ ജന്മനാട് ചൊക്ലിയാണ്. ആ എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി അദ്ദേഹം ചാലയിൽ അദ്ദേഹത്തിന്റെ ഭാര്യാഗൃഹത്തിലേക്ക് പോകുന്ന അവസരത്തിലാണ് കോൺഗ്രസിന്റെ കുറുവടി സംഘം ഇരുമ്പാണി പട്ടികക്കടിച്ച് സഖാവ് മൊയാരത്തി ശങ്കരന്റെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ട് പോലീസുകാർ വന്ന് കൊണ്ടുപോയി 3 ദിവസം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കിടന്ന് സഖാവ് മൊയാരത്തി ശങ്കരൻ മരിച്ചു. അദ്ദേഹത്തെ പട്ടിക കൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു കോൺഗ്രസ് ഗുണ്ടാ സംഘം. അതാ കോൺഗ്രസ് പാർട്ടി. ഈ ഒരു സംഭവം മാത്രമാണ്. 1950 നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കൊളച്ചേരി പഞ്ചായത്തിലെ പാലിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കോൺഗ്രസിന്റെ ഭരണമാണ് 1950 മദിരാശി സംസ്ഥാനം. കോൺഗ്രസ് നേതാവ് കോഴിപ്പുറത്ത് മാധവ മേനോനാണ് മദിരാശിയുടെ ആഭ്യന്തരമന്ത്രി. ആ കോഴിപ്പുറത്ത് മാധവ മേനോന്റെ ഭരണകാലഘട്ടത്തിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായി അറിയപ്പെടുന്ന 2 സഖാക്കളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു. പോലീസിന് ഒരു ക്യാമ്പുണ്ടായിരുന്നു അന്ന് മയ്യിൽ. പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് മയ്യിൽ ക്യാമ്പിൽ പാർപ്പിച്ചിരുന്ന ഒരു സഖാവിനെ അവിടെ നിന്ന് ഇറക്കി. സെൻട്രൽ ജയിലിൽ തടവുകാരായിരിക്കുന്ന 2 പേരെ, ജയിലിൽ കഴിയുന്ന 2 പേരെ കോൺഗ്രസ്സുകാർ ജാമ്യം നിന്ന് ജയിലിൽ നിന്നും ഇറക്കി. ഈ 3 പേരെയും നേരെ വിജനമായ പാടിക്കുന്നിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മരത്തിന് 3 പേരെയും കെട്ടിനിർത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാദം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആ 3 യുവസഖാക്കളും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളെക്കാളും ഞങ്ങൾ നാടിനെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാദം വിളിക്കാൻ പറ്റില്ല. ഈ ഗുലാബ് വിളിച്ചു. അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഈ 3 പേരെയും നിഷ്ഠൂരമായി പാടിക്കുന്നിന്റെ നെറുകയിൽ വെച്ച് കോൺഗ്രസ് ഭരണത്തിൽ, കോഴിപ്പുറത്ത് മാധവമേനോന്റെ ഭരണത്തിൽ 3 പേരെയും അവിടെ കെട്ടിയിട്ട് വെടിവെച്ചു കൊന്നു.
അതാ കോൺഗ്രസ് പാർട്ടി. സേലം ജയിലിൽ പല കേസുകളിലും തടവുകാരായി, പല കേസുകളിലും വിട്ട് സേലം ജയിലിൽ കഴിയുന്ന സഖാക്കൾ കോഴിപ്പുറത്ത് മാധവമേനോന്റെ കോൺഗ്രസിന്റെ മദ്രാശി സംസ്ഥാന ഭരണം ആ ജയിലിനകത്ത് ജയിൽവാസികൾ, ജയിലിനകത്ത് നിരായുധരാണ്. അവരാഹാരം വെട്ടിച്ചെടുക്കുന്നു, വായനക്ക് പുസ്തകം കൊടുക്കുന്നില്ല, ജയിലിനകത്ത് ഭീകരമർദ്ദനം. അതിനെതിരായി പ്രതിഷേധിച്ചു ആ സേലം ജയിലിനകത്ത് വെടിവെപ്പ് നടന്നു. ആ സേലം ജയിൽ വെടിവെപ്പിൽ 22 പേരെയാണ് കോൺഗ്രസ് ഭരണം വെടിവെച്ചു വന്നത്. അതിൽ 18 പേരും മലയാളികളാണ്, കണ്ണൂർ തലശ്ശേരി പ്രദേശങ്ങളിലുള്ളവരാണ്, കോഴിക്കോടുള്ളവരാണ്. 2 പേര് ആന്ധ്രക്കാരും 2 പേര് തമിഴ്നാട്ടുകാരുമാണ്. 22 ആളുകളെ വെടിവെച്ചു കൊന്നു. ഇതാ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചരിത്രം. ആ ചരിത്രം ഒരു കാലഘട്ടം വരെയാണെങ്കിൽ പിന്നീടുള്ള കാലഘട്ടം നിങ്ങൾ നോക്കൂ. ശീമേനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ളവർ ശീമേനിയിലെ പാർട്ടി ഓഫീസിലെത്തി. പോളിംഗ് ബൂത്തിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയും മറ്റ് കണക്കുകളുമായിട്ട് പാർട്ടി ഓഫീസിലെത്തി. കോൺഗ്രസ് ഗൂണ്ടാ സംഘം പാർട്ടി ഓഫീസിലെത്തി. അച്ഛനും മകനുമുള്ള കൂട്ടത്തിൽ ആ പാർട്ടി ഓഫീസിലുള്ള 5 സഖാക്കളെ പാർട്ടി ഓഫീസിന് പെട്രോൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. ആത്മരക്ഷാർത്ഥം വാതുപുറത്ത് പുറത്തേക്ക് ഓടുന്നവരെ വെട്ടി ആ കത്തിക്കാണിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. 5 പേരെ വെട്ടി നുറുക്കി തീയിലിട്ട് കൊന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഗൂണ്ടാ സംഘങ്ങൾ. ഞങ്ങൾ ഈ പഴയകാല ചരിത്രമൊന്നും മറന്നിട്ടില്ല, പുതിയ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ കൂത്തുപറമ്പിൽ അവിടെ ചെറുപ്പക്കാരുടെ സമരത്തിന് നേരെ വെടിവെച്ചു. 5 സഖാക്കൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സഖാവ് പുഷ്പൻ 6ാമത്തെ രക്തസാക്ഷി. എത്രയോ വർഷക്കാലം, 10-30 വർഷക്കാലം ശരണമറ്റ് കിടന്ന് ആ പുഷ്പനും മരണപ്പെട്ടു. എത്രയെത്ര സംഭവങ്ങൾ, ലോകകപ്പിനകത്തെ ഭീകരമർദ്ദനങ്ങൾ, ഗൂണ്ടകളും പോലീസും ചേർന്നുള്ള അതിക്രമങ്ങൾ. അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമായിരുന്നല്ലോ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയുടെ ഭീകരത നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാകും. ഇവിടെ ശബ്ദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നോ? ജനങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള അവകാശമുണ്ടായിരുന്നോ? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നോ? കൂലി ചോദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നോ? തൊഴിലാളിക്ക് പണിമുടക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് ഒരു ഫാസിസ്റ്റ് ഭീകരതയല്ലേ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് അടിച്ചേൽപ്പിച്ചത്? ആ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എന്താണ്? ആ കോൺഗ്രസിന്റെ ചരിത്രമോട് തിരുത്തണം. ഈ കാലഘട്ടത്തിൽ ആ പഴയ ചരിത്രവുമായിട്ടാണ് കോൺഗ്രസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കേരളത്തിലെ 1ാമത്തെ പാർട്ടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ 1ാമത്തെ പാർട്ടിയാക്കി പാർട്ടിയെ മാറ്റിയത് ജനങ്ങളാണ്. ആ ജനതയാണ് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ചളിവരമ്പിൽ കിടന്ന്, ഫാക്ടറിയുടെ വാതിക്കൽ വീട് കിടന്ന്, വീട് തൊഴിലാളികളെ സംഘടിപ്പിച്ച്, നെയ്ത്തൊഴിലാളികളെ സംഘടിപ്പിച്ച്, കർഷക തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയും വേലയും നൽകി ചിപ്പിച്ചു. കൃഷിഭൂമി കൃഷിക്കാരന് കൊടുപ്പിക്കാൻ സമരം നടത്തി. കൃഷിഭൂമി കൃഷിക്കാരിലേക്ക് എത്തിച്ചു.
ഒട്ടനവധി സമരങ്ങളിലൂടെ 10,000-കണക്കിന് സഖാക്കൾ നടത്തിയ ത്യാഗപൂർണമായ സമരങ്ങളിലൂടെയാണ് ഈ പാർട്ടി വളർന്നു വന്നത്, ഇന്നത്തെ പാർട്ടിയായത്. ആ പാർട്ടിയിലൂടെയാണ് ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത്. ഇന്ന് ഇന്ത്യയിൽ കേരളം പ്രത്യേക ശ്രദ്ധയുള്ള സംസ്ഥാനമാണ്. ആ പ്രത്യേക സംസ്ഥാനം ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി കേരളം ശാന്തമാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ശാന്തത നിങ്ങൾക്ക് ഈ കേരളത്തിൽ കാണാം. ഇവിടെ മതപരമായ ചിന്തകളും ജാതീയമായ ചിന്തകളും വംശചിന്തകളും ഉണ്ടാക്കി ഭാഷാവികാരം ഇളക്കിവിട്ട് രാജ്യത്ത് കലാപം നടത്താൻ ഒരു ശക്തിക്കും കേരളത്തിൽ സാധിക്കില്ല. അതിന്റെ കാരണം കേരള ജനതയുടെ ചിന്തയാണ്, മനസ്സാണ്. ആ കേരള ജനതയുടെ ചിന്ത, മനസ്സ് ഒരു ഇടതുപക്ഷ ചിന്തയാണ്. ആ മനസ്സ് രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റാണ്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഏത് വർഗീയ ശക്തികളും വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ അതിനെ നിരാകരിച്ചുകൊണ്ട് മതസാഹോദര്യവും പരസ്പര ബന്ധങ്ങളും വിശ്വാസങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരളത്തെ കാത്തു സൂക്ഷിക്കുന്നത് അത് ഇടതുപക്ഷത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഇടതുപക്ഷം ശക്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിന്നൊരു പക്ഷേ കർണാടകം പോലെ, UP പോലെ, മധ്യപ്രദേശ് പോലെ, ഹിമാചൽ പ്രദേശ് പോലെ ആവുമായി. ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടെയാണ് കന്യാസ്ത്രീകളെ പൊതുവിചാരണ നടത്തി, കൂട്ടവിചാരണ നടത്തി ആക്രമിച്ചത്. അവരെ നിയമവിരുദ്ധമായി ജയിലിൽ കൊണ്ടുപോയത്. കന്യാസ്ത്രീകൾക്ക് മാന്യമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചത്. ഈ നാടിൽ, കേരളത്തിലാകട്ടെ, ആ നിലപാടിനോട് ശക്തമായ പ്രതിഷേധം ഉയർന്നു. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഛത്തീസ്ഗഡിൽ ക്രിസ്തീയ മതവിഭാഗങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം, ചർച്ചുകൾക്ക് നേരെ ആക്രമണം, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം. ഉത്തർപ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, ഹിമാചൽ പ്രദേശിൽ, ഹരിയാനയിൽ, അരുണാചൽ പ്രദേശിൽ, BJP ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും മതവിദ്വേഷവും കലാപവും ഒക്കെ. ആ മതവിദ്വേഷവും കലാപവും ഇളക്കിവിട്ടുകൊണ്ട് കലാപം സൃഷ്ടിക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നാടായി ഇവിടെ നിലനിൽക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ അടിത്തറയാണ്, ഇടതുപക്ഷത്തിന്റെ കരുത്താണ്. മറ്റൊരു ശക്തിയും കൊണ്ടല്ല. ആ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണ് സഖാ വഴിക്കൂടലെ പോലെയുള്ള ധീരരായ സഖാക്കൾ ജീവിതം മുഴുവൻ സമർപ്പിച്ചത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇന്ത്യയിൽ ഇപ്പോൾ BJP ഗവൺമെന്റാണ് അധികാരത്തിലാണ്. BJP നയിക്കുന്ന RSS ആണ്. RSSന്റെ ലക്ഷ്യം ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുക. ഹിന്ദു രാഷ്ട്രം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, RSSന് വേണ്ടിയിട്ടുള്ളതാണ്. ഹിന്ദുമത സനാതന ധർമ്മങ്ങൾ പരിപാലിക്കാനല്ല. RSSന്റെ രാഷ്ട്രീയം BJP അധികാരത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഈ മുദ്രാവാക്യം ഉയർത്തി മതവിദ്വേഷം ഉണ്ടാക്കി കലാപത്തിലേക്ക് നയിക്കുന്നത്. ഇന്ത്യയിൽ സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുമോ? വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുമോ? എന്തെല്ലാം ഭീകരതയാണ്! ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല മുഴുവൻ സംഘർഷത്തോ. മണിപ്പൂരിൽ എത്ര കാലമായി അവിടെ കുക്കികളും മെയ്ക്കികളും ക്രിസ്ത്യൻ വിഭാഗത്തിനകത്ത് തന്നെ ചേരികളുണ്ടാക്കി കലാപമല്ലേ? BJPയുടെ ഭരണത്തിന്റെ സംഭാവനയല്ലേ? ജമ്മു കാശ്മീർ
ഭീകരന്മാരുടെ ആക്രമണം, ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പട്ടാളക്കാർ വീരമൃത്യു വരിക്കുന്നു. ഭീകരാക്രമണങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കഷ്ടതകൾ BJP ഭരണത്തിന്റെ നേട്ടമല്ലേ അത്? ജമ്മു കാശ്മീരിൽ എന്തുകൊണ്ടാണ് സംഘർഷാത്മകത? ഇന്ത്യയിൽ 21 സംസ്ഥാനം ഉണ്ടായിരുന്നു. അത് ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിൽ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, തുടർന്ന് ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിലുണ്ടായ വർഗീയ കലാപങ്ങളിൽ മനം നൊന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങളെ യോജിപ്പിച്ചു നിർത്താൻ വലിയ സംഭാവനകൾ നൽകിയ ദേശീയ നേതാക്കൾ ആ കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ ജനതയോട് ചോദിച്ചു, നിങ്ങൾ പാകിസ്ഥാനോടൊപ്പം പോകുന്ന ഇന്ത്യയോടൊപ്പം നിൽക്കുന്നോ? ആ ജനത പറഞ്ഞു, ഞങ്ങളുടെ ജന്മനാട് ഇന്ത്യയാണ്, ഞങ്ങളുടെ ജന്മനാട് കാശ്മീരാണ്, ഞങ്ങൾ ഇന്ത്യയുടെ മക്കളാണ്. ഇന്ത്യയോടൊപ്പം നിന്നു. ആ ജനതയെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിർത്താൻ അന്ന് ദേശീയ നേതാക്കൾ അവർക്ക് ചില പ്രത്യേക പരിഗണനകൾ നൽകി, പ്രത്യേക അവകാശങ്ങൾ നൽകി, അവരെ പരിരക്ഷിച്ചു വന്നു. ഒരു അതിർത്തി സംസ്ഥാനം കൂടിയാണ്. അങ്ങനെ ജനങ്ങളെ ദേശസ്നേഹികളാക്കി മാറ്റിയെടുത്തു. തെരഞ്ഞെടുപ്പുകളും ഭരണങ്ങളും വന്നു. ജമ്മു കാശ്മീർ ലോകത്തിലെ സഞ്ചാരികളുടെ പർവീസയായി. ഇപ്പോഴോ BJPയുടെ 11ാമത് വർഷമല്ലേ ഇത്? ജമ്മു കാശ്മീർ എന്ത് ചെയ്തു? 29 സംസ്ഥാനത്ത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയിൽ നിന്നും ഒഴിവാക്കി, ജമ്മു കാശ്മീരിന്റെ പ്രദേശമാക്കി, അവിടെ കേന്ദ്രഭരണ പ്രദേശമാക്കി. സംസ്ഥാന പദവിയില്ലാതെ കുറെ കാലം കഴിഞ്ഞു. അവസാനം സുപ്രീം കോടതി ഇടപെട്ടു, തെരഞ്ഞെടുപ്പ് നടത്തി. തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവിടുത്തെ അധികാരം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവർണർക്കാണ്, ലഫ്റ്റനന്റ് ഗവർണർക്കാണ്. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പോലും അർഹതയില്ല. ഭരണം മുഴുവൻ ലഫ്റ്റനന്റ് ഗവർണറുടേതാണ്. എന്ത് ജനാധിപത്യ സംവിധാനമാണ്? ആ സംസ്ഥാനത്തെ വേർതിരിച്ചു. സംഘർഷാത്മകമായ സാഹചര്യം ഈ 10-11 വർഷക്കാലമായിട്ടുള്ള സംഘർഷമാക്കി. സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചോ? ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ഏറ്റുമുട്ടി. പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തി. പഹൽഗാമിൽ നടത്തിയിട്ടുള്ള ഈ ഭീകരാക്രമണം നമ്മൾ തിരിച്ചടിച്ചു. ഇന്ത്യപ്പെട്ട തിരിച്ചടിച്ചു നമ്മൾ ശക്തമായിട്ട് തന്നെ. സംഘർഷമുണ്ടായി, യുദ്ധമുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, പാകിസ്ഥാനോടും ഇന്ത്യയോടും വെടിനിർത്തൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വെടിനിർത്തൽ ഉണ്ടാകില്ല. ഒരു തവണയല്ല, 7 തവണ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാര ഇന്ത്യയോട് കൽപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാര് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കപ്രശ്നം പരിഹരിക്കാൻ ഇന്ന് വരെ ഇന്ത്യ അംഗീകരിച്ചു പോകുന്നൊരു കാഴ്ചപ്പാട് ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി സാഹോദര്യത്തിലേക്ക്, നന്മയിലേക്ക് തിരിച്ചു പോകണം, ഐക്യത്തിലേക്ക് പോകണം. സഹോദര രാഷ്ട്രങ്ങളാണ്. ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിച്ചു പ്രവർത്തിച്ചത്. ഇപ്പോഴാണോ? ഇപ്പോൾ 2 രാജ്യങ്ങളെയും RSS സംഘടനയുടെ ശത്രുക്കളാക്കുകയില്ലേ? പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി. ഭീകരന്മാരുടെ ആക്രമണത്തിൽ 26 ആളുകൾ പഹൽഗാമിൽ മരിച്ചു വീണു. നമ്മുടെ ഒരു മലയാളിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ മരിച്ചുള്ള 26 ആളുകളുടെ കുടുംബങ്ങളും പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ നാടിനെ തകർക്കുന്ന വർഗീയതക്ക് ഒരിക്കലും ഈ വിഷയം ഭാഗമാക്കരുത്. ഈ പ്രശ്നം ഒരു തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് വഴിയാക്കരുത്. ഇത്തരം ഉയർന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും അതാണോ RSS സ്വീകരിച്ചത്? പഹൽഗാമിലെ ഭീകരാക്രമണത്തെ വർഗീയമായി ചിത്രീകരിച്ചു RSS.
സംഘർഷം മൂർച്ഛിപ്പിച്ചു. ജമ്മു കാശ്മീരിൽ മുഴുവൻ സംഘർഷത്തിന്റെ എത്തിവിതറി. ഇതാണല്ലോ RSS സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തിനകത്ത് RSS നയിക്കുന്ന BJP ഭരണരംഗത്ത് RSS സംഘപരിവാർ രാജ്യത്തെ ശിഥിലമാക്കും. ഇതാണ് നമ്മൾ കാശ്മീരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് പാകിസ്ഥാനോടും ഇന്ത്യയോടും യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ മധ്യസ്ഥത വഹിക്കാം. ഇതിനോട് എന്തെങ്കിലും പ്രതികരിക്കാൻ ഇന്ത്യയിലെ BJP കഴിഞ്ഞോ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ആര് കൊടുത്തു ഈ അധികാരം? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാൻ എന്ത് അധികാരം? അതിനോട് പോലും പ്രതികരിക്കാൻ BJPക്ക് സാധിക്കില്ല. ഇന്നത്തെ RSS സംഘപരിവാറിന്റെ യജമാനന്മാരാണ് അമേരിക്കയിലെ ട്രംപും കൂട്ടരും. അമേരിക്കയിലെ ട്രംപിന്റെ നയമാണ് ഇവിടെ RSS നടപ്പിലാക്കുന്നത്. അതിന്റെ ദുരന്തമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാത്തൊരു ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സ്നേഹപരമായി ചിന്തിച്ച നാട് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സംഘർഷങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമാണ്. എവിടെയൊക്കെ സംഘർഷം ഉണ്ടാക്കാൻ കഴിയും അവിടെയൊക്കെ സംഘർഷം. ഛത്തീസ്ഗഡിലൊക്കെ ഈ കേദാർ ഘോഷയാത്ര നടക്കുകയാണ്. BJP ഗവൺമെന്റ് പറഞ്ഞു അവിടെ ധാരാളം കച്ചവടക്കാർ വരും. ആ കച്ചവടക്കാരാണ് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ആ കച്ചവട സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരെഴുതി വെക്കണം. ആളെ തിരിച്ചറിയാൻ മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ എന്ന് തിരിച്ചറിയണം. ഇത്രമാത്രം ഹീനമായ നടപടി സ്വീകരിക്കാം. ആസാമിൽ ലാൻഡ് ജിഹാദാണ്. BJP ഭരിക്കുന്ന ആസാമിലെ ഭൂമി മുസ്ലിമുകൾക്ക് കൊടുക്കരുത്. ആസാമിലെ ഭൂമി മുസ്ലിമുകൾക്ക് വിൽക്കരുത്, വാങ്ങരുത്. ഈ നിയമം പാസാക്കി BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ മതപരിവർത്തന നിരോധന നിയമം പാസാക്കി. മധ്യപ്രദേശാകട്ടെ മതപരിവർത്തന കുറ്റം ചുമത്തിയാൽ വധശിക്ഷ വരെ കൊടുക്കാവുന്ന വകുപ്പ് ചേർത്തിട്ടാണ് നിയമം പാസാക്കിയത്. എന്ത് നിയമങ്ങളാണ് പാസാക്കിക്കൊണ്ടിരിക്കുന്നത്? ജനാധിപത്യപരമാണോ? ഇതെല്ലാം RSSന്റെ അജണ്ട നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് തന്നെ രാജ്യത്തിന്റെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വിലക്കയറ്റമാണ്. തൊഴിലില്ലായ്മ മറ്റുള്ള രൂക്ഷമാവുകയാണ്. സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുകയാണ്. വ്യാവസായിക രംഗത്ത് സ്തംഭനാവസ്ഥയാണ്. ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ വളരുകയാണ്. 2014 കോർപ്പറേറ്റുകളുടെ ഇന്ത്യയിൽ ആസ്തി എന്ന് പറയുന്നത് 24.14 ലക്ഷം കോടി രൂപയാണ്. 24.14 ലക്ഷം കോടി. ഇപ്പോഴത് 54.14 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു. 10 വർഷക്കാലത്ത് BJP ഭരണം കൊണ്ട് 24 നിന്ന് 54 എത്തി. കോർപ്പറേറ്റുകൾ ആസ്തി വർദ്ധിച്ചു. എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. വൻകിടക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കോർപ്പറേറ്റുകളിലൂടെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 2014 ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇന്ത്യയിൽ 102 ആണ്. ഇപ്പൊ 606 ആണ്.
കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ 12.5 ലക്ഷം കോടി രൂപ വൻകിട കോർപ്പറേറ്റുകൾ കൊടുക്കേണ്ട കടം, വാങ്ങിയ കടം, ഗവൺമെന്റിലേക്ക് അടക്കേണ്ട പണം മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്തു. 12.5 ലക്ഷം കോടി രൂപ BJP ഗവൺമെന്റ് എഴുത്തള്ളിയില്ലേ? ഈ കഴിഞ്ഞ 24-ൽ ആ 12.5 ലക്ഷത്തിന് പുറമെ 2.5 ലക്ഷം കോടി രൂപ കൂടി എഴുത്തള്ളി. ഇവിടുത്തെ കൃഷിക്കാർ എന്ത് കൊടുത്തു? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഏതെങ്കിലും ഒരു കടബാധ്യത എഴുത്തള്ളിയോ? ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ ആശ്വാസം കൊടുത്തോ? ഇവിടെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കൃഷിക്കാർ പാപ്പരാവുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ 3 ലക്ഷം ഇന്ത്യക്കാർ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. BJPയുടെ ഭരണകാലഘട്ടത്തിൽ 10 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. തൊഴിലില്ലായ്മ പരിഹരിച്ചോ? ഈ തൊഴിലില്ലായ്മ രൂക്ഷമാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? BJPയുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാനങ്ങളിൽ തികച്ചും തെറ്റായ നിലപാടുകളെ സ്വീകരിക്കുന്നത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, BJPയുടെ അല്ലാത്ത ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ന്യായമായ അവകാശം കൊടുക്കുന്നുണ്ടോ? കേരളത്തിന്റെ മാത്രം എടുക്കാം. കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ 4 വർഷക്കാലത്തെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ 2 ലക്ഷം കോടി രൂപ കേന്ദ്ര സഹായം തരണം, കേന്ദ്രം തരണം. ഒറ്റ പൈസ തന്നിട്ടില്ല. 2 ലക്ഷം കോടി 4 വർഷത്തിൽ തരേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം നോക്ക്, സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനത്തിന്റെ വിഹിതം കൊടുക്കണം. ആ വിഹിതം 5 ലക്ഷം കോടി സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെച്ചു കൊടുക്കണം. 5 ലക്ഷം കോടി അനുവദിച്ചു. ആ 5 ലക്ഷം കോടി പ്രകാരം കേരളത്തിന് അതിന്റെ ന്യായമായ കണക്കെടുത്താൽ 75,000 ലക്ഷം കോടി രൂപ കേരളത്തിന് കിട്ടണം. 35,000 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ. 5 ലക്ഷം കോടിയാണ്. അതിൽ കേരളത്തിന് തരേണ്ടുന്ന പണം കേരളത്തിന് തരുന്നില്ല. കേരളത്തിന് അർഹതപ്പെട്ട പണം തരുന്നില്ല. കേരളത്തിന്റെ വികസനത്തെയല്ലേ ഈ കാര്യം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ GST കൊണ്ടുവന്നത് കേരള ഗവൺമെന്റാണ്. വീടിക്ക് 28% നികുതി. അന്നേ പറഞ്ഞതായി തെറ്റായ നിലപാടുകളാണ്. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ GST കൊണ്ടുവന്നു. ഇപ്പൊ GST 5 വർഷത്തിന് ശേഷം പുനഃപരിശോധന നടത്തി ചില മാറ്റങ്ങൾ വരുത്തി. പക്ഷേ GST വരുത്തിയ മാറ്റം ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് GST വരുത്തിയ കുറവിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യം സാഹചര്യങ്ങളുണ്ടോ? അതിന് ഇളവ് കിട്ടുന്നുണ്ടോ? GST ഇളവ് വരുത്തി, പക്ഷെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ GSTയുടെ സ്ഥിതി. ആ GST അനുസരിച്ചോ കേരളത്തിന് ലഭിക്കേണ്ടിയിരിക്കുന്ന 10,000 കോടി രൂപ ഈ കേരളത്തിന് ലഭ്യമല്ലാതായി തീർന്നു. GST ഇളവെടുക്കേണ്ടത് നല്ലത് തന്നെ. പക്ഷെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഉറപ്പുവരുത്തുന്നുണ്ടോ? GST കൊടുക്കുന്ന ഇളവ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഫലപ്രദമായ സംവിധാനം ഉണ്ടാകണം. ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനം BJP ഗവൺമെന്റ് അവസാനിപ്പിച്ചു. ആര് പരിശോധിക്കാന്? ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് IT മേഖലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായത്. IT മേഖല പ്രതിസന്ധികളിലാണ്. സാംസങ് ഗ്രൂപ്പിന്റെ പ്രധാനം തഞ്ചാവൂരാണ്. ആ തഞ്ചാവൂരിലെ ഫാക്ടറിയിൽ 16 മണിക്കൂറാണ് തൊഴിൽ സമയം. 8 മണിക്കൂർ 16 സമരം നടത്താൻ പാടില്ല. തൊഴിലാളികൾ സമരം ചെയ്തു.
IT മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തോടൊപ്പം IT മേഖലകളിൽ വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾ വരികയാണ്. വല്ലാത്ത ഭയമാണ് രാജ്യത്തുണ്ടാക്കുന്നത്. ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുന്നുണ്ടോ? രാജ്യത്ത് മതവിദ്വേഷവും കലാപവും ഉണ്ടാക്കി അതിനുള്ള വോട്ട് ബാങ്ക് സൃഷ്ടിക്കാമെന്ന് ധരിച്ചിരിക്കുകയാണ്. അതിന്റെ കുറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ. ജുഡീഷ്യറിക്ക് നിഷ്പക്ഷവും നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് ഇപ്പോൾ എത്ര ദിവസം ചേരുന്നത്? ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ഇന്ത്യൻ പാർലമെന്റ് കഴിഞ്ഞ സമ്മേളനത്തിൽ ചില നിയമങ്ങൾ പാസാക്കി. ആ പാസാക്കിയ നിയമം ഇൻകം ടാക്സ് നിയമം ഉൾപ്പെടെയാണ്. ആ നിയമം പാസാക്കിയത് പാർലമെന്റിലെ 300 അംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ 65 ലക്ഷം പൗരന്മാരെ വോട്ടർ പട്ടികയിൽ വെട്ടി പുറത്താക്കി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ അംഗങ്ങൾ ജാഥയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പോയി. 300 പാർലമെന്റ് അംഗങ്ങൾ. ആ സമയത്താണ് BJP ഗവൺമെന്റ് 6 നിയമങ്ങൾ പാസാക്കിയെടുത്തത്. ചർച്ചയൊന്നും വേണ്ട, പാസാക്കി എടുക്കുക തന്നെ. ഇന്ത്യൻ ക്രിമിനൽ നിയമം BJP ഗവൺമെന്റ് പാസാക്കിയത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം. ആ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ബഹളം നടന്നു. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റ് സ്തംഭിച്ചു. 150 പാർലമെന്റ് അംഗങ്ങളെ, പ്രതിപക്ഷത്തെ പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. ആ സമയത്താണ് അവരുടെ 3 നിയമം പാസാക്കിയത്. ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ പാസാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ. ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ ജുഡീഷ്യറി, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ആ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മസ്ജിദിന്റെ പള്ളിയുടെ ഭൂമി ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാൻ 5 അംഗ ബെഞ്ച് തീരുമാനിച്ചു. ചരിത്രത്തിലില്ലാത്തൊരു വിധിയാണത്. ഒരു പള്ളി മസ്ജിദിന്റെ ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് കൊടുക്കുന്നു. ആ ഭൂമി കൊടുക്കാൻ ഉത്തരവിട്ടു. ആ കേസിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് ഇപ്പോൾ രാജ്യസഭാംഗമാണ്. സർവീസ് റിട്ടയർ ചെയ്ത് അദ്ദേഹം രാജ്യസഭയിൽ ഇരിക്കുന്നു. ആ 5 അംഗ ജഡ്ജിമാരിൽ ഒന്ന് അബ്ദുൾ നിസാറാണ്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ ഗവർണറായിരിക്കുകയാണ്. ഇതാ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടത്തേണ്ടത്. ആ നീതിപൂർവ്വം നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 അംഗങ്ങളാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കേണ്ടത്. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു. 2 പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പാർലമെന്റിന്റെ, 3ാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഒരു ജുഡീഷ്യറി പവറുള്ള ഉദ്യോഗസ്ഥൻ ചീഫ് ജസ്റ്റിസ്. ആ 3 പേരടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കാനുള്ള അധികാരമുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റിസിനെ ഒഴിവാക്കി. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രി. BJPക്ക് ഭൂരിപക്ഷമായി. എന്തിനാ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടത്താനാണോ? ഇതാ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർലമെന്ററി സമ്പ്രദായത്തെ അപ്പാട് നീരാകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾ ധിക്കരിക്കപ്പെടുന്നു.
വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ശിഥിലമാവുകയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ മാരകമായ ആക്രമണം. ഇന്ത്യ നേരത്തെ തന്നെ അംഗീകരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ചേരി ചേരാ നയമാണത്. BJP വന്നതോടുകൂടി ആ നയം കളഞ്ഞു പിടിച്ചു. കേരളം ഒരുപാട് വളർന്ന് വികസിക്കും. ഇനിയും നമുക്ക് ഒരുപാട് വികസിക്കണം. പഴയ കേരളമാണോ ഇന്നത്തെ കേരളം? ഈ കണ്ണൂർ നിങ്ങൾ നോക്കൂ. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള കണ്ണൂരാണോ? NH-66 നിങ്ങൾ നോക്കി എത്രമാത്രം വികസനമാണ് നടക്കുന്നത്. ഏതാണ്ട് 75,000 കോടി രൂപ NH-66 എത്രയോ റോഡുകൾ, പാലങ്ങൾ, വയനാട്ടിലേക്കുള്ള ദുരന്തപാത, ഭൂമിക്കടിയിലൂടെ മലകൾ തുരന്നുകൊണ്ടുള്ള ദുരന്തപാത എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വികസന രംഗങ്ങളിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾ മുമ്പ് കണ്ട ആശുപത്രിയാണോ? അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ നിങ്ങൾ പണ്ട് കണ്ടതാണോ? എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായി. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ഫലമായിട്ടാണ്. ഇവിടെ സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു, വിഴിഞ്ഞം സീപോർട്ട് അറബിക്കടലിൽ ഏറ്റവും ശക്തമായൊരു തുറമുഖം കേരളത്തിന്റെ വ്യാപാര മണ്ഡലങ്ങളിൽ അമൂല്യമായിട്ടുള്ള വളർച്ചയുണ്ടാകും. ഇപ്പോൾ ശബരിമലയിൽ ഒരു എയർപോർട്ട് വരാൻ വേണ്ടി പോകും. കണ്ണൂർ എയർപോർട്ട് നമ്മുടെ സ്വത്ത് സാക്ഷാത്കരിക്കും. ഇനിയും അവിടത്തേക്ക് വിമാന സർവീസുകൾ വേണം. കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് അവിടെ വിമാന സർവീസ് വരാത്തത്. വിമാന കമ്പനികൾ ശങ്കിച്ചു നിൽക്കുന്നത്. ഇനിയും കൂടുതൽ വിമാനങ്ങളും സർവീസുകളും വരണം. കാർഗോ സർവീസ് ഉണ്ടാകണം. ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിന് കഴിയണം. അതിനെ വികസിപ്പിക്കുകയാണ്. ശബരിമല എയർപോർട്ട് അധികം താമസിയാതെ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും. നമ്മുടെ തീരദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ജലപാത ബേക്കൽ ടു കോവളം ബോട്ടിലൂടെ സഞ്ചരിക്കാം. കേരളം ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു കേന്ദ്രമാണ്. ജമ്മു കാശ്മീരിൽ പോകാൻ പറ്റില്ല, ഹിമാചൽ പ്രദേശിൽ പോകാൻ പറ്റില്ല. എപ്പോഴാണ് സംഘപരിവാർ ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഭയന്നിട്ട് ആളുകൾ അങ്ങോട്ട് പോകില്ല. കേരളം സുരക്ഷിതമാണ്. കേരളം ഇടതുപക്ഷത്തിന്റെ ഭരണത്തിലാണ്. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കാൻ ഒരു വർഗീയ ശക്തിയെയും ജനങ്ങൾ അനുവദിക്കില്ല. അതാണ് കേരളത്തിന്റെ മനസ്സ്. ആ കേരളത്തിന്റെ മനസ്സിനെ ദുർബലപ്പെടുത്താനാണ് കേരളത്തിൽ ഇപ്പോൾ UDF-ഉം അതുപോലെ RSSും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഈ നവംബർ മാസം 1-ാം തീയതി അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി തീരും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാറുണ്ട്. തൊഴിൽ രഹിതർ ഇല്ലാത്ത കേരളം, ഭവനരഹിതരില്ലാത്ത കേരളം, ആരോഗ്യരംഗത്ത് സമ്പൂർണമായ സുരക്ഷ, അതിന്റെ നടപടികളാണ്. അതിന്റെ ഓരോ നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾക്കും വിദേശ രാജ്യങ്ങളിൽ പോയി തിരിച്ചു വന്നവർക്കും ഇപ്പോൾ കേരള ഗവൺമെന്റ് നോർക്ക റൂട്ട്സ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇൻഷുറൻസ് സ്കീം ഒരു 13,000-14,000 രൂപ പ്രീമിയം അടച്ചാൽ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും 5 വർഷക്കാലത്തേക്കുള്ള എല്ലാ ചികിത്സാ സുരക്ഷയും നടപ്പിലാക്കുകയാണ്. എല്ലാവരുടെയും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ലോകത്തിന്റെ മുമ്പിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കുതിപ്പിലാണ്. നമ്മുടെ എല്ലാ കുട്ടികളും പഠിക്കുകയാണ്, പഠിച്ചു വളർന്നു വരികയാണ്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തൊഴിൽ സമരമുണ്ടോ? പണിമുടക്കുണ്ടോ? തൊഴിലാളികൾക്കും ജീവനക്കാർക്കും എല്ലാം ന്യായമായ
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. കേരളം ഒരു വികസന കുതിപ്പിലാണ്. ഈ ഘട്ടങ്ങളിലാണ് തിരുവോണം കടന്നു വന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ സർക്കാർ ജീവനക്കാർക്കും അവരുടെ ശമ്പളത്തിൽ വർധന വരുത്തി, ആനുകൂല്യത്തിൽ വർധന വരുത്തി, ബോണസിൽ വർധന വരുത്തി, അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു നിർത്തും. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ പെൻഷൻ, 65 ലക്ഷം തൊഴിലാളികൾക്ക്, തൊഴിൽ രഹിതർക്ക്, പാവപ്പെട്ടവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 65 ലക്ഷം ആളുകളുടെ കൈവശം ഓരോ മാസവും 1600 രൂപ എത്തും. അതാണ് ഈ കേരളത്തിൽ വരുന്ന പുരോഗതി. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി ധാരാളം തട്ടുകടകൾ കാണാം. ആളുകൾ വരുന്നു, ആഹാരം കഴിച്ച് തിരിച്ചു പോകുന്നു. പട്ടണങ്ങളിൽ ധാരാളം തട്ടുകടകൾ കാണാം. പട്ടണങ്ങളിലൊക്കെ കടകൾ സജീവമാണ്. ജനങ്ങളുടെ കൈവശം പണം വരുന്നത് കൊണ്ടാണ്. ആ പണം വരുന്നത് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ്. 1600 രൂപ ഓരോരുത്തരുടെ കൈവശവും മാസം പ്രതി സാമൂഹ്യക്ഷേമ പെൻഷൻ, ബോണസ്, ആനുകൂല്യങ്ങൾ. ഇവിടെ 65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം പണം നാട് മുഴുവൻ വിന്യസിക്കുകയാണ്. ആ പണമാണ് കടകളിലേക്ക് വരുന്നത്, വൈദ്യശാലയിലേക്ക് പോകുന്നത്, മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നത്, തുണിക്കടയിലേക്ക് പോകുന്നത്, സ്വർണ്ണക്കടയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് കേരളം ഉണർന്നു വരുന്നത്. ആ ഉണർവ് കേരളത്തിൽ സൃഷ്ടിക്കുകയാണ്. ആ ഉണർവുണ്ടായപ്പോൾ ആ ഉണർവ് കണ്ട് സഹിക്കാൻ പലർക്കും സാധിക്കാതെ വന്നു. അവരാകട്ടെ എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്തുക, എങ്ങനെയാണ് പിണറായി വിജയനെ കളങ്കപ്പെടുത്തുക? ഇതിന് ഭൂതക്കണ്ണാടിയും കൊണ്ട് നടക്കാൻ തുടങ്ങി കാലം കുറച്ചായില്ലേ? നിങ്ങൾ നോക്ക്, അടുത്ത കാലത്ത് ചില വാർത്തകൾ വന്നു. പോലീസ് ലോക്കപ്പിനകത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. എപ്പം നടന്ന കഥയാ? അത് നമ്മുടെ മാധ്യമങ്ങൾ ഇന്നലെ നടന്നതുപോലെയല്ലേ കൊടുത്തത്? 2 വർഷം മുമ്പ്, 6 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് നടന്ന 3 കഥകളെടുത്ത് ഇന്ന് രാവിലെ നടന്നതുപോലെ വാർത്ത കൊടുത്തു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തിനായി വാർത്ത കൊടുത്തത്? ഈ മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കളങ്കപ്പെടുത്താൻ കേരളം മുഴുവൻ ഇടതുപക്ഷത്തിന്റെ മാഹാത്മ്യം നടന്നു നിൽക്കുന്നു. കോൺഗ്രസിന്റെ ജീർണത, കോൺഗ്രസിന്റെ നേതാക്കളുടെ ലൈംഗിക ജീർണത, യുവ നേതാവ് തെരുവിൽ കിടക്കുന്നു. ലൈംഗിക ജീർണതയും കൊണ്ട് കോൺഗ്രസുകാർക്ക് തലയിൽ മുന്നുവിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കൂ. ആ ഘട്ടത്തിൽ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കം. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ കുരുങ്ങുമെന്ന് ധരിക്കരുത്. ഇതെല്ലാം മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയാവുന്നവരാണ് കേരളത്തിലെ ജനത. അവരിൽ വിശ്വാസമർപ്പിച്ചവരാണ് ഞങ്ങൾ. ആ ജനത ഇത് കാണട്ടെ, ആ ജനത വിധിക്കട്ടെ. അതാണ് കേരളം എന്ന് അവർ മനസ്സിലാക്കണം. ഇനി ഇപ്പോഴത്തെ പ്രമാദമായ വിഷയമല്ലേ ശബരിമല സന്നിധാനം. ശബരിമല സന്നിധാനത്തിന്റെ പേരിൽ എന്തിനാ ഈ ബഹളം? ഈ ശബരിമല നന്നായാൽ എന്താ കുറവ്? ശബരിമലയിൽ ഒരു അന്താരാഷ്ട്ര സംഗമം, അയ്യപ്പ ഭക്തന്മാരുടെ ലോക സംഗമം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് അയ്യപ്പ ഭക്തന്മാരുണ്ട്. പണ്ട് കേരളം മാത്രമാണെങ്കിലും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഡൽഹി, കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഒക്കെ വ്യാപിച്ചു കിടക്കുകയാണ്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്നിധാനത്തിലേക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, അയ്യപ്പനെ ഭജിക്കാൻ, ശ്രീ ഭഗവാനെ ഭജിക്കാൻ ഉള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക.
അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ശബരിമല ദർശനം നടത്തി സുഖമായി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയണം. അതിന് ലോകത്തെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സംഗമം നടത്തി പുതിയ ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുക. അതിനുവേണ്ടി ദേവസ്വം ബോർഡ്, ഇതിന് നടത്തിപ്പ് ദേവസ്വം ബോർഡാണ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനു വേണ്ടി ഒരു സംഗമം സംഘടിപ്പിച്ചു. എന്ത് ബഹളാണ്, എന്തിനാണിത്? ശബരിമലയിലേക്ക് കുറെ ആളുകൾ വന്നാൽ എന്താ കുറവ്, എന്താ അതിന്റെ ദോഷം? ശബരിമല, ആ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരെ കൊണ്ടല്ലേ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ ഈ ജില്ലകളിലൊക്കെ ഉണ്ടാകുന്ന ചലനം എത്രമാത്രം വലുതാണ്. ഇത് ശബരിമലയുടെ മാത്രം പ്രശ്നമാണോ? നിങ്ങൾ നോക്കൂ, തിരുപ്പതി ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം എത്ര പതിനായിരങ്ങളാണ് വന്നുകൂടുന്നത് ഓരോ ദിവസവും. ആ പതിനായിരങ്ങൾ വരുന്നത് കൊണ്ടല്ലേ തിരുപ്പതി ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തിയില്ലേ? അതിന്റെ ചുറ്റുപാടും ഇപ്പോൾ ദാരിദ്ര്യമുണ്ടോ? തൊഴിലില്ലാത്തവരുടെ പ്രശ്നമുണ്ടോ? ആ നാട് മുഴുവൻ ഉയർന്നില്ലേ? പണ്ട് പഴനി നാട്ടിലൊക്കെ ഭക്തജനങ്ങൾ അങ്ങോട്ട് പോകും, കർണാടകത്തിൽ ഭക്തന്മാർ അങ്ങോട്ട് പോകും, അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ പോകും. ഇത് ഹിന്ദു ക്ഷേത്രം ഗുരുവായൂര്. ഈ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, നമ്മുടെ എറണാകുളം ജില്ലയിൽ ക്രിസ്തീയ ദേവാലയങ്ങൾ, ആ ക്രിസ്തീയ ദേവാലയങ്ങളിലേക്ക് എത്രമാത്രം ആളുകളാണ് അവർ അവിടങ്ങളിലേക്ക് സന്ദർശിക്കുന്നത്? എത്രമാത്രം ആളുകൾ! ശബരിമലയിൽ തന്നെ മുസ്ലിം പള്ളി സന്ദർശകരൊക്കെ എവിടെ പോകുകയല്ലേ? നിങ്ങൾ നോക്കും, മക്ക, മദീന, ലോകത്തിലെ മുസ്ലിമുകളെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്, അവരുടെ ദർശന കേന്ദ്രമാണ്. ഹാജിമാരാജൻ അവിടെ പോയി വന്നിട്ടാണ് ആ മകൻ കർമ്മത്തിനാണ് അവർ പോകുന്നത്. ആ മക്കയിലേക്കും മദീനയിലേക്കും പോകുന്നവര് എത്ര ലക്ഷങ്ങളാ! സൗദി അറേബ്യയുടെ മുഖച്ഛായ എങ്ങനെയാ മാറിയത്? ആ ജനങ്ങൾ വിമാനങ്ങളിൽ, യാത്രകളിൽ, വാഹനങ്ങളിൽ, കാറുകളിൽ, ഹോട്ടൽ, നാട് മുഴുവൻ അങ്ങ് ധരിച്ചു വരികയല്ലേ? ആ നാട് നന്നായില്ലേ? കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ വരുന്നു. അയ്യപ്പ ഭക്തന്മാരുടെ വരവോടുകൂടി നാട് ഉണരുന്നു. കേരളം സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നു. കേരളത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ടാകുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു. ഒരുപാട് ഹോട്ടലുകളും വ്യാപാര കേന്ദ്രങ്ങളും ഉണ്ടാകും. എന്താ അതിന് തെറ്റ്? അത് വികസിപ്പിക്കുകയല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഒരു ദേവസ്വം ബോർഡ് അതല്ലേ ചെയ്യേണ്ടത്? ആ ഒരു സംഗമം നടത്തി ഈ അസൂയാലുക്കൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. ആ അസഹിഷ്ണുതയല്ലേ നമ്മൾ കണ്ടത്? ആ അസഹിഷ്ണുതയുടെ വെപ്രാളമല്ലേ കണ്ടത്? അത് വന്നപ്പോൾ ഒരു ഭാഗത്ത് UDF എന്തിനാ ബഹിഷ്കരിച്ചത്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പോയി 2 മണിക്കൂർ കുത്തിയിരുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കാൻ